സഹാക്കളെ, മാർക്സിസ്റ്റ് പാഠശാലയിലെ 4ാമത് അധ്യായമായ മാർക്സിസം എന്നതിൻ്റെ 2ാമത് എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. 1ാമത് എപ്പിസോഡിൽ മാർക്സിസത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് ഞാൻ വിശദീകരിച്ചത്. മാർക്സിസം ഒരിക്കലും നശിക്കുന്നതല്ലെന്നും മാർക്സിസം ഒരു സയൻസാണെന്നും സ്ഥാപിക്കുകയാണ് 1ാമത് എപ്പിസോഡിലൂടെ നിർവഹിച്ചത്. അതിന് കാരണമായി മറ്റൊന്നുകൂടി സൂചിപ്പിച്ചത് മാർക്സിസം സ്വയംഭൂ അല്ല എന്നാണ്. മാർക്സിസത്തിന് അതിൻ്റേതായ ഉറവിടങ്ങളുണ്ട് എന്നാണ് 1ാമത്തെ എപ്പിസോഡിൽ നിന്ന് സ്ഥാപിച്ചത്. ജർമ്മൻ തത്വശാസ്ത്രവും ഫ്രാൻസിലെ സോഷ്യലിസ്റ്റ് ആശയങ്ങളും ബ്രിട്ടനിലെ ധനതത്വശാസ്ത്രവും, ഇത് മൂന്നുമാണ് മാർക്സിസത്തിൻ്റെ ഉറവിടങ്ങൾ എന്ന് പറഞ്ഞാണ് 1ാമത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. ഇന്ന് 2ാമത് എപ്പിസോഡ് എന്ന നിലയിൽ എന്താണ് മാർക്സിസം എന്ന് പറഞ്ഞാൽ, മാർക്സിസം എന്ന സയൻസിലേക്ക് ഞാൻ പോവുകയില്ല. അതിൻ്റെ തലവരിയിൽ നിന്നുകൊണ്ട് എന്താണ് മാർക്സിസം എന്ന് പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. സാധാരണയായി മാർക്സിസത്തെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ഇത് തൊഴിലാളി വർഗത്തിൻ്റെ കലയും ശാസ്ത്രവുമാണ് എന്നാണ് പറഞ്ഞത്. തൊഴിലാളി വർഗത്തിൻ്റെ കലയും ശാസ്ത്രവും എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് മാർക്സിസം എന്ന് പറഞ്ഞാൽ അതൊരു ദർശനമാണ് എന്നാണ് ഞങ്ങൾ സ്ഥാപിക്കുന്നത്. മാർക്സിസം ഒരു ദർശനമാണ്. അപ്പോൾ എന്താണ് ദർശനം? ഈ സയൻസ് ഇങ്ങനെ കണ്ണിമുറിയാതെ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമല്ലോ. പണ്ട് പരീക്ഷത്തുകാരൻ നമ്മയെല്ലാം പഠിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് എന്നിങ്ങനെ ചോദിച്ച് പോകണം. അപ്പോൾ മാർക്സിസം ഒരു ദർശനമാണ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് എന്താണ് ദർശനം? ഭാരതീയ ദർശനം നമ്മൾ നന്നായി പാണ്ഡിത്യമുള്ള ആളുകൾ ഒരുപാട് പഠിച്ചു പോന്നിട്ടുള്ളതാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ സുപ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഭാരതീയ ദർശനം എന്നത്. അതുപോലെ ഭാരതീയ ദർശനത്തെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാരെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന ദർശനം അത്തരത്തിലൊരു ദർശനമല്ല. നമ്മൾ മാർക്സിസ്റ്റ് ദർശനത്തെ സംബന്ധിച്ച് പറയുകയാണ്. ഞാൻ തന്നെ ഇപ്പോൾ പറഞ്ഞത് ധാരാളം പാണ്ഡിത്യമുള്ള ആളുകൾ കൈകാര്യം ചെയ്തു പോരുന്ന വിഷയമെന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല. ദർശനമെന്ന് പറയുന്നത് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തൊരു വിഷയമല്ല എന്നാണ് ആദ്യമായി എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഈ അഭിപ്രായം എൻ്റേതല്ല. മാർക്സിസത്തെ സംബന്ധിച്ച് നന്നായി പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന അന്റോണിയോ ഗ്രാംസിയാണ് ഈ ദർശനത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. ദർശനമെന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയാത്തൊരു വിഷയമല്ല എന്നും എല്ലാവർക്കും ദർശനമുണ്ട് എന്നുള്ളൊരു അഭിപ്രായമാണ് അന്റോണിയോ ഗ്രാംസി പറഞ്ഞു വെച്ചത്. രാവിലെ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങുന്ന ഇലക്ഷൻ കാലഘട്ടമെന്ന് വെച്ചോളൂ. ഇലക്ഷൻ കാലഘട്ടത്തിൽ നമ്മൾ ക്യാൻവാസിന് പോവുകയാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചായക്കട, ഒരു ചായപ്പീടി, അല്ലെങ്കിൽ ഒരു മുറുക്കാങ്കട, അതിൻ്റെ വരാന്തയിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരിങ്ങനെ വരിവരിയായിരിക്കുകയാണ്. രാവിലെ പത്രം വായിക്കുന്നു, ചിലർ ബീഡി വലിക്കുന്നു, ചിലർ അടുത്ത തട്ടുകടയിൽ നിന്നൊരു ചായ വാങ്ങിച്ചുകൊണ്ട് വന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ വിളിച്ച് ചോദിക്കും, എന്താ ചിലപ്പോൾ പണിയൊന്നുമില്ലേ? ഓ, എന്ത് പണി, പിന്നെ എങ്ങനെ ജീവിക്കുമോ? അതൊക്കെ അങ്ങ് പോകുന്നു. അപ്പോൾ പണിയില്ലെങ്കിലും ജീവിക്കാം, അതൊക്കെ അങ്ങനെ പോകും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചെല്ലപ്പൻ്റെ ദർശനമാണ്. വോട്ട് ചോദിച്ചല്ലേ ഇറങ്ങിയത്. അടുത്തിരിക്കുന്ന ആളുടെ ഗോപി, ആർക്കാടാ നിൻ്റെ വോട്ട്? ഓ, ഒരു വോട്ടുണ്ട്, ആർക്കെങ്കിലും അങ്ങ് ചെയ്യണം, ഒരു വോട്ടുണ്ട്, ആർക്കെങ്കിലും അങ്ങ് ചെയ്യണമെന്നാ. പക്ഷേ ഇടതുപക്ഷാഭിമുഖ്യമുള്ള ഒരാൾ അങ്ങനെ പറയില്ല. അങ്ങനെ ഒരാളോട് ആർക്കാ നിങ്ങളുടെ വോട്ടെന്ന് ചോദിച്ചാൽ അവർ തിരിച്ചു ചോദിക്കും, സഖാവിന് അറിയാമേലേ നമ്മുടെ വോട്ട് ആർക്കാന്ന്. അപ്പോൾ ഒരു വോട്ട് ആർക്കെങ്കിലും ഒന്ന് ചെയ്യാം എന്ന് പറയുന്നത് അയാളുടെ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ദർശനമുണ്ട്. ഈ ദർശനമെന്ന് പറയുന്നത് പാണ്ഡിത്യമുള്ള അപാര പണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നൊരു സംഗതിയല്ല.
ദർശനമെന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ്. എല്ലാ മനുഷ്യരും ഒരർത്ഥത്തിൽ ദാർശനികരാണ് എന്നാണ് അന്റോണിയോ ഗ്രാംഷി സ്ഥാപിച്ചിട്ടുള്ളത്. എല്ലാ മനുഷ്യരും ഒരർത്ഥത്തിൽ ദാർശനികരാണ് എന്നാണ് അന്റോണിയോ ഗ്രാംഷി പറഞ്ഞത്. അതിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഉന്നതമായ ചിന്താധാരയും ചിന്താശക്തിയെല്ലാം ഉള്ള ആൾക്കാരുണ്ട്. അവരെ ഗ്രാംഷി വിളിച്ചത് ദാർശനികരുടെ ദാർശനികർ എന്നാണ്. ദാർശനികരുടെ ദാർശനികർ. ഞാൻ ഇത് ആമുഖമായി ഒന്ന് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്സിസ്റ്റ് ദർശനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ടാണ് എന്താണ് ദർശനമെന്ന് ഞാൻ പറയുന്നത്. ഞാൻ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചു, ക്രിസ്ത്യാനി എന്ന് തന്നെ വെച്ചോ. അപ്പോൾ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ നമ്മുടെ നാട്ടിൽ മരിക്കുകയാണ്. അവരാദ്യം അറിയിക്കുന്നത് പള്ളിക്കാരെയാണ്. പള്ളിക്കാർ വരുന്നു, പള്ളിയുടെ മണി അവിടെ കൊണ്ടുവന്ന് കെട്ടുന്നു, ഇങ്ങനെ മണി ഒച്ച മുഴക്കിക്കൊണ്ടിരിക്കുന്നു. അത് കേട്ടിട്ടാണ് പരിസരവാസികളെല്ലാം എവിടെയോ ഒരു മരണം നടന്നിരിക്കുന്നുവെന്ന് തിരിച്ചറിയുന്നത്. എല്ലാവരും വരുന്നു, പള്ളിയിൽ അച്ഛൻ വരുന്നു, ഒന്നാം വട്ടം പ്രാർത്ഥിക്കുന്നു. പിന്നെ ആ ശവം അടക്കം ചെയ്യേണ്ടുന്ന സമയമാവുന്നു. ശവം അടക്കം ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തി ശവം എടുത്തുകൊണ്ട് പെട്ടിയിൽ അടക്കം ചെയ്തുകൊണ്ട് ഉള്ളടക്കം ചെയ്തുകൊണ്ട് ആ കുഴിയിലേക്ക് വരുന്നു. അവിടെ വെച്ചൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയെല്ലാം കഴിയുമ്പോൾ ഞങ്ങളുടെ തിരുവിതാംകൂർ മേഖലയിൽ ആ പള്ളിയിൽ അച്ഛൻ തന്നെ ചോദിക്കും, പൗരമുഖ്യരെ, ജനപ്രതിനിധികൾ, ജനനേതാക്കന്മാർ ആർക്കെങ്കിലും അനുശോചനം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. അപ്പം ജനപ്രതിനിധികൾ ഏത് പാർട്ടിക്കാരോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആളുകൾക്ക് പ്രസംഗിക്കാം. പഞ്ചായത്ത് മെമ്പർമാരുണ്ടാവും, പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് പ്രസംഗിക്കാൻ വേണ്ടിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, വിശ്വസിക്കുന്ന ഒരാൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഒരു പ്രവർത്തകൻ, ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞു വെച്ചോളൂ, അദ്ദേഹം ഈ ശവത്തിൻ്റെ അടുത്ത് നിന്ന് എന്താ പ്രസംഗിക്കുന്നത്? മരിച്ചു കിടക്കുന്ന മാന്യദേഹത്തെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളെല്ലാം പറയുന്നു, ഓർമ്മ പുതുക്കുന്നു, അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് പ്രസംഗിക്കുന്നു. എന്നിട്ട് അദ്ദേഹം അവസാനം അത് ഉപസംഗ്രഹിക്കുന്നത് ഈ പരേതൻ്റെ വേർപാടിൽ ഞങ്ങൾക്കുള്ള ദുഃഖം, അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നാണ്. പരേതൻ്റെ വേർപാടിലുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് കോൺഗ്രസ് പാർട്ടിയിൽ ആളെ വിളിക്കുകയാണ്. അദ്ദേഹം നല്ല മതവിശ്വാസിയാണ്, ഈശ്വരവിശ്വാസിയാണ്. അദ്ദേഹം ഈ പരേതൻ്റെ നല്ല ഗുണങ്ങളെ സംബന്ധിച്ചെല്ലാം പ്രതിപാദിച്ചിട്ട് അവസാനം ഉപസംഗ്രഹിക്കുന്നത് എന്താ? ഈ പരേതൻ്റെ ആത്മാവിന് ഞാൻ നിത്യശാന്തി നേർന്നുകൊള്ളുന്നു എന്നാണ്. അപ്പോൾ അവിടെ രണ്ട് വ്യത്യാസം വന്നു. മാർക്സിസ്റ്റുകാരൻ പരേതൻ്റെ വേർപാടിലുള്ള അനുശോചനം രേഖപ്പെടുത്തി. ഇപ്പുറത്ത് മതവിശ്വാസി, ക്രിസ്ത്യൻ മതവിശ്വാസി, അത് ഉപസംഹരിച്ചത് പരേതൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളുന്നു എന്നാണ്. അപ്പോൾ അതിവിടെ രണ്ട് ദർശനമായി. ഒന്ന്, ആ പരേതൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ആ മതവിശ്വാസിക്ക് ഏതിലാ പിടുത്തം? അയാളുടെ പിടുത്തം ആത്മാവിലാണ്. നമ്മുടെ മയ്യടിപ്പുഴയുടെ തീരങ്ങളിൽ മുകുന്ദൻ പറഞ്ഞതുപോലെ ഈ ആത്മാക്കൾ തുമ്പികളായി വെള്ളാരം കല്ലിൽ പാറി നടക്കുമെന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഈ മതവിശ്വാസിക്ക്, ഈശ്വരവിശ്വാസിക്ക് ആത്മാവിനെ സംബന്ധിച്ച് എന്തെന്നില്ലാത്ത വിശ്വാസമുണ്ട്. ആത്മാവാണ് വിട്ടുപോയിരിക്കുന്നത്. ആ ആത്മാവിന് നിത്യശാന്തി നേരുന്നുവെന്നാണ് പ്രസംഗം നിർത്തിയത്. മറ്റത് ശരീരം, യന്ത്രം, ആ യന്ത്രം നിലച്ചു, ജീവൻ നിലച്ചു, ആ മനുഷ്യൻ മരിച്ചു. ആ മരണത്തിലുള്ള ദുഃഖം, അനുശോചനം നമ്മൾ കുടുംബത്തെയും നാട്ടുകാരെയും രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ദർശനത്തിൻ്റെ വിവിധങ്ങളാകുന്ന തലങ്ങളാണ്. ഇതെല്ലാം ദർശനമാണ്. അപ്പോൾ ദർശനമെന്ന് പറയുന്നത് അങ്ങനെ ഒന്നൊന്നും ഇല്ലയെന്ന്, പൊതുവിൽ ദർശനം എന്നൊന്ന് ഇല്ല. പിന്നെയോ സമൂഹത്തിൽ ഓരോ വിഭാഗത്തിനും അതാതിൻ്റേതായ ദർശനമാണുള്ളത് എന്ന് മനസ്സിലായില്ലേ? എല്ലാവർക്കും കൂടെ ചേരുന്ന, ഉള്ളടക്കം ചെയ്യാൻ കഴിയുന്ന പൊതുവായൊരു ദർശനമില്ല. വിശ്വാസിക്കൊരു ദർശനം, അവിശ്വാസിക്കൊരു ദർശനം,
അങ്ങനെ പലതരത്തിൽ ദർശനം ഓരോ സമൂഹത്തും വച്ചു പുലർത്തുകയാണ്. നമ്മുടേതുപോലത്തെ വിശ്വാസങ്ങളെല്ലാം മറ്റ് ചില രാഷ്ട്രങ്ങളിൽ മറ്റ് ചില പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ദർശനം വേറെയാണ്. അപ്പോൾ അത്തരത്തിൽ ദർശനമെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി തന്നെയാണ് ദർശനം. എല്ലാവർക്കും അവരുടേതാകുന്ന ദർശനമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മാർക്സിസത്തെ സമീപിക്കുന്നത്. അപ്പോൾ മാർക്സിസം എന്ന് പറഞ്ഞാൽ ദർശനമാണ്. ആ ദർശനം എന്ന് പറഞ്ഞാൽ ഭാരതീയ ദർശനത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഭാരതീയ ദർശനത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. ആ ഭാരതീയ ദർശനം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലായല്ലോ. ഈശ്വര വിശ്വാസമുള്ള ദർശനമുണ്ട്, ഈശ്വര വിശ്വാസമില്ലാത്ത ദർശനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഭാരതീയ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ദർശനം രണ്ട് തരത്തിലിരിക്കുന്നു എന്നാണ്. രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് രണ്ട്? ഒന്ന് ആസ്തിക ദർശനങ്ങൾ, മറ്റൊന്ന് നാസ്തിക ദർശനങ്ങൾ. അപ്പോൾ ദർശനം രണ്ട് വിഭാഗത്തിൽ നിൽക്കുകയാണ്. ഒന്ന് ആസ്തിക ദർശനവും മറ്റൊന്ന് നാസ്തിക ദർശനവും. ഈ നാസ്തിക ദർശനം നേരത്തെ പറഞ്ഞില്ലേ, ആത്മാവൊന്നുമില്ല, ആത്മാവിന് നിത്യശാന്തി നേരുന്നില്ല എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ലോകമുണ്ടെന്നുള്ള വിശ്വാസം ഇല്ലാത്ത ആളുകളിവിടെ ഉണ്ട്. അവരെയാണ് നാസ്തികന്മാർ എന്ന് പറയുന്നത്. അപ്പം നാസ്തികന്മാരെന്ന് പറഞ്ഞാൽ ആരാ? നാസ്തികന്മാരെന്ന് പറഞ്ഞാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവർ, മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ലോകമുണ്ടെന്ന് വിശ്വസിക്കാത്തവർ, മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് മറ്റേതോ ലോകത്തിലേക്ക് പോകുന്നുവെന്ന് വിശ്വസിക്കാത്തവർ, അവരെയാണ് നമ്മൾ നാസ്തികർ എന്ന് പറയുന്നത്. ആസ്തികർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ഭാരതീയ ദർശനം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ രണ്ട് വിഭാഗമായി നിൽക്കുകയാണ്. ഒന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ആസ്തിക ദർശനങ്ങളും മറ്റൊന്ന് രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നാസ്തിക ദർശനങ്ങളുമാണ്. ഈ ആസ്തിക ദർശനം എന്ന് പറഞ്ഞാൽ ആറായി പങ്കുവച്ചിരിക്കുകയാണ്, ആറായി പകുത്തു വച്ചിരിക്കുകയാണ്. ഷഡ് ദർശനങ്ങൾ എന്നാണ് പറയുന്നത്. ഷഡ് ദർശനങ്ങൾ, ഷഡ് ദർശനങ്ങൾ. ഒന്ന് സാങ്ക്യം, രണ്ട് ന്യായം, മൂന്ന് വൈശേഷികം, നാല് യോഗം, പിന്നെ മീമാംസ, പിന്നെ വേദാന്തം. യഥാർത്ഥത്തിൽ ഈ ആറെണ്ണത്തിൻ്റെ കൂടെയാണ് ലോകായത ദർശനം വരേണ്ടേ, അതിൻ്റെ കൂടെയാണ് ബൗദ്ധ ദർശനം വരേണ്ടേ, അതിൻ്റെ കൂടെയാണ് ജൈന ദർശനം വരേണ്ടേ. അപ്പോൾ ദർശനം എത്ര പറഞ്ഞു ഞാൻ? ഒന്ന് സാങ്ക്യം, രണ്ട് ന്യായം, മൂന്ന് വൈശേഷികം, നാല് യോഗം, അഞ്ച് മീമാംസ, ആറ് വേദാന്തം. പിന്നെ മൂന്നെണ്ണം കൂടെ ചേർത്ത് പറഞ്ഞു, ലോകായത ദർശനം, ബൗദ്ധ ദർശനം, പിന്നെ ജൈന ദർശനം. പക്ഷേ ഈ പറഞ്ഞ ലോകായത ദർശനവും ജൈന ദർശനവും ബൗദ്ധ ദർശനവും ഇത് വേദങ്ങളെ മാനിക്കാത്തതാണ്, ഈശ്വരനിൽ വിശ്വാസം അർപ്പിക്കാത്തതാണ്. അതുകൊണ്ട് ആ മൂന്നെണ്ണത്തെ സദ്ദർശനത്തിൽ നിന്ന് മാറ്റി വേറെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ആസ്തിക ദർശനം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പറയാം നമുക്ക്? ഈ ആസ്തിക ദർശനം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുന്നത് സാങ്ക്യം, പിന്നെ ന്യായം, വൈശേഷികം, യോഗം, മീമാംസ, വേദാന്തം. നാസ്തിക ദർശനം എന്ന് പറയുന്നത് ലോകായത ദർശനം, ജൈന ദർശനം, ബൗദ്ധ ദർശനം. അപ്പോൾ 6, 3, 9. ആസ്തിക ദർശനത്തിൽ 6 എണ്ണവും നാസ്തിക ദർശനത്തിൽ 3 എണ്ണവും. അങ്ങനെ 6, 3, 9 ദർശനങ്ങളാണുള്ളത്. ഈ പാണിനിയാണ് വ്യാകരണത്തിൻ്റെ ഉപജ്ഞാതാവാണ്. പാണിനി ഏറ്റവും വലിയ വ്യാകരണ പണ്ഡിതൻ. അദ്ദേഹമാണ് പറഞ്ഞത് നാസ്തികം എന്ന് പറയുന്നത് പരലോകത്തിൽ വിശ്വസിക്കാത്തത്. പക്ഷേ കുറേ കഴിയുമ്പോൾ മനു എന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നാസ്തികം എന്ന് പറഞ്ഞാൽ ഈ പരലോകത്തിൽ വിശ്വസിക്കാത്തതെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പിന്നെയോ വേദങ്ങളെ മാനിക്കാത്ത ദർശനമാണത്, വേദങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ദർശനമാണത്. അങ്ങനെ വേദങ്ങളെ മാനിക്കാത്ത, വേദങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ദർശനങ്ങളെയാണ് നാസ്തിക ദർശനം എന്ന് പറയുന്നത്.
അപ്പോൾ ഭാരതീയ ദർശനം എന്ന് പറഞ്ഞാൽ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ രണ്ട് തരത്തിൽ അതിനെ വിഭജിച്ച് വച്ചിരിക്കുകയാണ്. ഒന്നാമത്തേത് ആസ്തിക ദർശനം, രണ്ടാമത്തേത് നാസ്തിക ദർശനം. ആസ്തിക ദർശനത്തിൽ 6 ഉണ്ട്, ഷഡ് ദർശനങ്ങളുണ്ട്. ഏതൊക്കെയാത്? സാങ്ക്യം, ന്യായം, വൈശേഷികം, യോഗം, മീമാംസ, അതുപോലെ വേദാന്തം. ഇപ്പുറത്തെ നാസ്തിക ദർശനത്തിൽ 3 ഉണ്ട്, ലോകായുധ ദർശനം, ജൈന ദർശനം, ബൗദ്ധ ദർശനം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങളെ സംബന്ധിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അത് പറയാൻ പ്രാപ്തിയുള്ള ആളുകൾ വേറെയുണ്ട്. അത് ഭാരതീയ ദർശനം എന്ന പേരിൽ തന്നെ നമ്മൾ പ്രത്യേകം ക്ലാസ്സുകളെല്ലാം എടുത്ത് പഠിക്കേണ്ടുന്ന വിഷയമാണ്. അതിൽ പാണ്ഡിത്യമുള്ള മഹേശ്വരൻ നായർ സാറോ ഉണ്ണിത്തിരി മാഷോ അങ്ങനെയുള്ള ആളുകളുടെ പുസ്തകങ്ങളെല്ലാം വായിച്ച് ആ ഭാരതീയ ദർശനത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു പോകണം എന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം നമ്മൾ പറയാൻ പോകുന്നത് മാർക്സിസ്റ്റ് ദർശനത്തെ സംബന്ധിച്ചാണ്. ഞാൻ കൂട്ടത്തിൽ ആമുഖമായി ഭാരതീയ ദർശനത്തെക്കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ മാർക്സിസ്റ്റ് ദർശനം എന്ന് പറഞ്ഞാൽ ഹെഗലാണ് അതിനെ സംബന്ധിച്ചൊരു സിദ്ധാന്തം ആവിഷ്കരിച്ച്. അത് മാർക്സിസം പറയുമ്പോൾ നമ്മളത് നന്നായി പറയും. ഹെഗൽ പറഞ്ഞു, പ്രകൃതിയിലും സമൂഹത്തിലും ചിന്തയിലുമെല്ലാം വിരുദ്ധ ശക്തികൾ പ്രവർത്തിക്കുന്നു, ആപ്പോസിറ്റ്സ് ഉണ്ട് എന്നാണ്. എവിടെയൊക്കെ? പ്രകൃതിയിലുണ്ട്, സമൂഹത്തിലുണ്ട്, ചിന്തയിലുണ്ട്. ഇവയിലെല്ലാം വിപരീതങ്ങളുണ്ട്, വിരുദ്ധ ശക്തികളുണ്ട്. അവയുടെ സംഘട്ടനത്തിലൂടെയാണ് പ്രകൃതിയും മനുഷ്യനും ചിന്തയും വളരുന്നത്. ഇതാണ് ഹെഗലിൻ്റെ സുപ്രസിദ്ധമായ സിദ്ധാന്തം, ഡയലറ്റിക്സ്. ഡയലറ്റിക്സ് എന്ന് പറയുന്നത് അതാണ്. ഡയലറ്റിക്സ് ഉണ്ട്, വിപരീതങ്ങളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട്. എവിടെയൊക്കെ ഉണ്ട്? പ്രകൃതിയിലുണ്ട്, സമൂഹത്തിലുണ്ട്, നമ്മുടെ ചിന്തയിലുണ്ട്. ഈ വിപരീതങ്ങളുടെ സംഘട്ടനത്തിൻ്റെ ഫലമായിട്ടാണ് വളർച്ചയുണ്ടാകുന്നത് എന്ന് ഹെഗൽ പറഞ്ഞു വച്ചു. പക്ഷേ മാർക്സ് കുറച്ചുകൂടെ വിശദമായി ദർശനത്തെ സംബന്ധിച്ച് പറഞ്ഞു. മാർക്സ് പറഞ്ഞത് ദർശനത്തിൻ്റെ ഭൗതികമായ ആയുധമാണ് തൊഴിലാളി വർഗം. ഈ ദർശനം, നമുക്കൊരു ദർശനമുണ്ടല്ലോ, ആ ദർശനത്തിൻ്റെ ഭൗതികമായ ആയുധമാണ് തൊഴിലാളി വർഗം. ദർശനമാകട്ടെ തൊഴിലാളി വർഗത്തിൻ്റെ ആത്മീയ ആയുധവും. വളരെ സുപ്രസിദ്ധമായ ഒരു വാക്യമാണത്. നമ്മൾ കാണാതെ പഠിച്ചു വയ്ക്കേണ്ടുന്നതാണ്. ദർശനത്തിൻ്റെ ഭൗതികമായ ആയുധമാണ് തൊഴിലാളി വർഗം. ദർശനത്തിൻ്റെ ഭൗതികമായ ആയുധമാണ് തൊഴിലാളി വർഗം. എന്നിട്ട് തിരിച്ചു പറയുമ്പോഴോ ദർശനമാകട്ടെ, എന്താ ദർശനം? ദർശനം എന്നത് തൊഴിലാളി വർഗത്തിൻ്റെ ആത്മീയ ആയുധവും. അതാണ് ഒന്നാമത്തെ നിഗമനം. രണ്ടാമത്തേത് നമ്മളെപ്പോഴും മാർക്സിനെ പറ്റി പറയുമ്പോൾ, മാർക്സിസത്തെ പറ്റി പറയുമ്പോൾ ഉദ്ധരിക്കുന്നൊരു വാക്യമാണ്, ദാർശനികർ ഇന്നേ വരെ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദാർശനികർ ഇന്നേ വരെ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ എന്താ നമുക്കാവശ്യം പ്രപഞ്ചത്തെ മാറ്റിമറിക്കലാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ദാർശനികർ ഇതേവരെ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നമുക്കാവശ്യം പ്രപഞ്ചത്തെ മാറ്റിമറിക്കലാണ്. അതാണ് രണ്ടാമത്തെ നിഗമനം. മൂന്നാമത്തേത്, പ്രപഞ്ചത്തെ മാറ്റിമറിക്കൽ വിപ്ലവ പ്രക്രിയയുടെ മൂർധരൂപം ചൂഷണ വ്യവസ്ഥ അവസാനിപ്പിച്ച് ചൂഷണരഹിതമായ വ്യവസ്ഥ സ്ഥാപിക്കുക എന്നതാണ്. അപ്പോൾ പ്രപഞ്ചത്തെ മാറ്റിമറിക്കുന്നത് എന്തിനാ? ഈ പ്രപഞ്ചത്തെ മാറ്റിമറിക്കുന്നതിന് ഒരു വിപ്ലവം വേണം, വിപ്ലവ പ്രക്രിയ ആവശ്യമുണ്ട്. ആ വിപ്ലവ പ്രക്രിയയിലൂടെ ചൂഷണ വ്യവസ്ഥയെ അവസാനിപ്പിച്ച് ഒരു സമത്വാധിഷ്ഠിതമായൊരു വ്യവസ്ഥ നമ്മൾ സ്ഥാപിക്കുന്നു. എന്ന് പറഞ്ഞാൽ അടിമ വ്യവസ്ഥ ഇല്ലാതാക്കി, ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥ ഇല്ലാതാക്കി, മുതലാളിത്ത വ്യവസ്ഥ ഇല്ലാതാക്കി ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥ സ്ഥാപിക്കൽ ആണ് തൊഴിലാളി വർഗത്തിൻ്റെ ദർശനം. അപ്പോൾ മാർക്സ് പറഞ്ഞു, നമ്മെ സംബന്ധിച്ച്, തൊഴിലാളി വർഗത്തെ സംബന്ധിച്ച് ദർശനത്തിന് അതിൻ്റേതായ കാഴ്ചപ്പാടുണ്ട്. അതിലൊന്നാമത് മാർക്സ് പറഞ്ഞത് ദർശനത്തിൻ്റെ ഭൗതികമായ ആയുധമാണ് തൊഴിലാളി വർഗം. അത് തിരിച്ചിടുമ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ ആത്മീയ ആയുധമാണ് ദർശനം. രണ്ടാമത് ഞാൻ പറഞ്ഞത്
എന്താ സാധാരണ നമ്മൾ പറയുന്നതാണ്, ദാർശനികർ ഇതുവരെ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കെന്താ ചെയ്യേണ്ടേ? നമുക്കതിനെ മാറ്റിമറിക്കുകയാണ് വേണ്ടുന്നത്. മൂന്നാമത്തേത്, പ്രപഞ്ചത്തെ മാറ്റിമറിച്ച് അതിനൊരു വിപ്ലവ പ്രക്രിയ വേണം. ആ വിപ്ലവ പ്രക്രിയയിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ആ വിപ്ലവ പ്രക്രിയയിലൂടെ നമ്മൾ ചൂഷണം ഇല്ലാതാക്കി ചൂഷണരഹിതമായ സമത്വാധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി സ്ഥാപിക്കലാണ്. അപ്പോൾ ഇനി എന്താ ദർശനം? അപ്പോൾ ഞാൻ ഈ ദർശനത്തെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ അവിടെ ഗ്രാംഷിയുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഹെഗലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, മാർക്സ് പറഞ്ഞു വെച്ചത് പറഞ്ഞു. ഇനി കുറച്ചുകൂടെ പച്ചയായി നമുക്ക് ചോദിക്കുക, എന്താ ഇപ്പോൾ ദർശനം? ദർശിക്കുക എന്ന് പറഞ്ഞാൽ കാണുകയെന്നല്ലേ, നോക്കിക്കാണുക. ഏതിനാ നോക്കിക്കാണേണ്ടേ? ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണണം, എല്ലാത്തിനെയും നോക്കിക്കാണണം. എല്ലാത്തിനെയും നോക്കിക്കാണുന്നതിന് നമ്മൾ മാർക്സിസ്റ്റുകാരൻ, ഇടതുപക്ഷക്കാരൻ ഉപയോഗിക്കുന്ന കണ്ണടയാണ് നമ്മുടെ ദർശനം. അപ്പോൾ പ്രപഞ്ചത്തെ നോക്കിക്കാണാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കണം. അപ്പോൾ എന്താ ഈ പ്രപഞ്ചം? കെ വേണുവിനെ ഞങ്ങളുടെ തലമുറയ്ക്ക് അറിയാമായിരുന്നു. അദ്ദേഹം 68-ൽ നക്സലൈറ്റ് ആയിപ്പോയി. എങ്കിലും ഫിസിക്സ് പഠിച്ച കെ വേണുവിൻ്റെ ഇന്നും സജീവമായി ഉണ്ടല്ലോ. മാർക്സിസ്റ്റ് വിരുദ്ധ നിലപാടെടുത്തുകൊണ്ട് കെ വേണു ഇന്നും കേരള രാഷ്ട്രീയത്തിൽ സജീവമായി മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളാണ്. എങ്കിൽ പോലും അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തെ പറയാതിരിക്കാൻ പറ്റില്ല, പ്രപഞ്ചവും മനുഷ്യനും. വേണുവിൻ്റെ ഏറ്റവും സുപ്രസിദ്ധമായ പുസ്തകമാണ്. വേറെ ഒരുപാട് പുസ്തകങ്ങൾ വിപ്ലവത്തിൻ്റെ ദാർശനിക പ്രശ്നങ്ങളും മറ്റുമൊക്കെ വേണു എഴുതിയിട്ടുണ്ട്. എങ്കിലും പ്രപഞ്ചത്തെ സംബന്ധിച്ച് വേണുവിൻ്റെ ആ പഠനം വളരെ പ്രധാനമായിരുന്നു. എന്താ? പ്രപഞ്ചവും മനുഷ്യനും. അപ്പോൾ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ? പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ സൗരയുധ സിദ്ധാന്തം എല്ലാം അടങ്ങുന്നതാണ് പ്രപഞ്ചം. പണ്ടൊക്കെ മാർക്സിസം പഠിപ്പിക്കാൻ വരുമ്പോൾ നമ്മുടെ മുതിർന്ന സാഹിക്കൾ പറയും, പരമാണു മുതൽ ബ്രഹ്മാണ്ടം വരെ എന്നൊക്കെയാണ് പറയുന്നത്. പരമാണു മുതൽ ബ്രഹ്മാണ്ടം വരെ. ഇന്ന് പരമാണു എന്ന് പറഞ്ഞാൽ ആറ്റമാണെന്നറിയാം, ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ സോളാർ സിസ്റ്റം എന്നറിയാം. അന്ന് പഠിപ്പിക്കാൻ വരുന്ന ആശാമാർക്ക് അതൊക്കെ അറിയാമായിരുന്നുണ്ടെങ്കിൽ പോലും മുന്നിലിരിക്കുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളിയും വീടി തെറുക്കുന്ന ആളെയും ചുമട്ട് തൊഴിലാളിയും നെയ്ത്ത് തൊഴിലാളിയും എല്ലാം മുന്നേ ഇരുത്തിയിട്ട് ഈ പരമാണു മുതൽ ബ്രഹ്മാണ്ടം വരെ അതാണ് പ്രപഞ്ചമെന്നിങ്ങനെ പറഞ്ഞു പോവുകയല്ലേ. അത് തന്നെയാണ് അതിൻ്റെ നിർവചനം. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എല്ലാം അടങ്ങുന്നതാണ് പ്രപഞ്ചം. ഈ ഭൂമി, ആകാശവും വായുവും ജലവും എല്ലാം അടങ്ങുന്നതാണ് പ്രപഞ്ചം. അതിനെ നോക്കിക്കാണാൻ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ദർശനം. ഈ ഭൂമിയെ നോക്കിക്കാണണം, ആകാശത്തെ നോക്കിക്കാണണം, അതിലെ ചരാചരങ്ങളെ നോക്കിക്കാണണം. അതാണ് ദർശനം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ വെറും ജീവനുള്ള വസ്തുക്കൾ മാത്രമാണോ ഉള്ളത്? ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളില്ലേ? സചേതനവും അചേതനവുമായ വസ്തുക്കളില്ലേ? ജീവനുള്ളത് സചേതനമായ വസ്തുക്കൾ, ജീവനില്ലാത്തത് അചേതനമായ വസ്തുക്കൾ. ഈ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളെ നോക്കിക്കാണുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്താ? ദർശനം. അപ്പോൾ ദർശനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാട് തന്നെയാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണാൻ ഉപയോഗിക്കുന്നതാണ് ദർശനം. അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ? പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ സചേതനവും അചേതനവുമായ വസ്തുക്കൾ അടങ്ങുന്നതാണ് പ്രപഞ്ചം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് മാർക്സിസം എന്നൊക്കെ അപ്പോഴപ്പോഴായി ചേർക്കാതിരുന്നാൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വിചാരിക്കും ഇത് വല്ല മതപ്രഭാഷണമെന്ന് വിചാരിക്കും. അപ്പോൾ സചേതനവും അചേതനവുമായ വസ്തുക്കൾ അടങ്ങുന്നതാണ് ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും നോക്കിക്കാണുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കണ്ണടയാണ് മാർക്സിസ്റ്റ് ദർശനം. ആ പൊതുവായി അതിനെ നോക്കിക്കാണാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ദർശനം. അപ്പോൾ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പരമാണു മുതൽ ബ്രഹ്മാണ്ടം വരെ എല്ലാം അടങ്ങുന്നതാണ്. നമ്മൾ വസിക്കുന്ന ഭൂമി എന്ന ഗ്രഹത്തിലല്ലേ. കോവിഡ് കാലഘട്ടത്തിലൂടെ നമ്മൾ പോവുകയല്ലേ. ഈ ഭൂമി എന്നുണ്ടായി? ഭൂമി എങ്ങനെയുണ്ടായി? ജനിച്ച നാൾ മുതൽ ഈ ഭൂമി ജന്മിമാരുടെ വകയാണോ? ആരവർക്കിത് നൽകിയെങ്കിൽ ആധാരങ്ങൾ എവിടെയെന്നാണ്?
പണ്ടൊരു കമ്മ്യൂണിസ്റ്റ് സാഹിത്യകാരുണ്ടായിരുന്നു ഖാലിദ്. ഏറെ ആളുകൾ വായിക്കപ്പെട്ടിട്ടില്ലാത്തൊരു മലയാളം നോവലാണ് ഉദയസൂര്യനെതിരെ. ആ ഉദയസൂര്യനെതിരെ എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രം ധനിറാം. ആ ധനിറാം ഇങ്ങനെ വൈക്കോൽ കെട്ടെല്ലാം ചന്തയിൽ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ വയറുമുറ്റ കുടിച്ച് അയാളുടെ കുടിലിൻ്റെ മുറ്റത്ത് വന്ന് കാളയെ തുറന്നു വിട്ടിട്ട് ആ കാളവണ്ടി ഇങ്ങനെ ചരിച്ച് കിടത്തിയിട്ട് അതിൻ്റെ മണ്ടയിൽ കയറി കിടന്ന് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ധനറാം വിളിച്ച് ചോദിക്കുക, ഈ ഭൂമി എന്നുണ്ടായി? ഭൂമി എങ്ങനെ ഉണ്ടായി? ഭൂമിക്ക് എത്ര വയസ്സായി? ജനിച്ച നാൾ മുതൽ ഈ ഭൂമി ജന്മിമാരുടെ വകയാണോ? എന്താ അർത്ഥവത്തായ ചോദ്യങ്ങൾ. അപ്പോൾ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ഭൂമിയെപ്പറ്റി പറയുകയാണ്. ഈ ഭൂമി എങ്ങനെ ഉണ്ടായി? ഭൂമി എന്നുണ്ടായി? എങ്ങനെ ഭൂമി ഉണ്ടായി? എല്ലാ മതങ്ങളും പറയുന്നത് എന്താ? ആ പോർഷൻ പറഞ്ഞിന്ന് നമുക്ക് നിർത്താം, അപ്പോൾ ഒരു 40 മിനിറ്റ് ആവും. എങ്ങനെയാ ഭൂമി ഉണ്ടായേ? ആദിയിൽ വചനമുണ്ടായി, പിന്നെ എല്ലാം ഉണ്ടായി എന്നല്ലേ? യഹോവ ഭൂമിയും ആകാശവും വായുവും ജലവും അഗ്നിയും ഉണ്ടാക്കി. 6-ാമത്തെ ദിവസം യഹോവ മനുഷ്യനെ സൃഷ്ടിച്ചു. അദ്ദേഹം ക്ഷീണിച്ചു. 7-ാമത്തെ ദിവസം വിശ്രമത്തിന് പോയി. അത് ഞായറാഴ്ചയായി. ഇതാണ് ക്രൈസ്തവ മതം പഠിപ്പിക്കുന്നത്. അപ്പുറത്തോ ഹിന്ദുമതം നമ്മെ എന്താ പഠിപ്പിക്കുന്നത്? ഹിന്ദുമതത്തിൽ 3 വകുപ്പേ ഉള്ളൂ: സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും. സൃഷ്ടികർത്താവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് തന്നെ. സ്ഥിതി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവാണ്. സംഹാരമൂർത്തി എന്ന് പറഞ്ഞാൽ പരമശിവനാണ്. അപ്പോൾ ബ്രഹ്മാവാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവ് എന്നാണ് ഹൈന്ദവ മതം നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം മതം ഇതിന് സമാനമായ ആശയമാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മതങ്ങൾ പറയുന്നതെല്ലാം ഇതൊക്കെ എങ്ങനെയോ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവ് എന്ന് പറഞ്ഞാൽ ദൈവമാകുന്നു, അല്ലേ? ഇതൊക്കെ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്കടക്കം അറിയാം അതൊക്കെ പച്ചക്കള്ളമെന്നറിയാം. പച്ചക്കള്ളമെന്നറിയാം. ജോൺ പോൾ രണ്ടാമൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്നതാണ്. കത്തോലിക്ക തിരുസഭയുടെ പോപ്പായിരുന്ന ജോൺ പോൾ രണ്ടാമൻ ഒരു 20 വർഷത്തിന് മുമ്പ് അദ്ദേഹം ഒരുപാട് കുമ്പസാരം നടത്തി. സോക്രട്ടീസിനെ കൊന്നതിനെ സംബന്ധിച്ച്, ഗലീലിയെ കൊന്നതിനെ സംബന്ധിച്ച്, ഇങ്ങനെ സത്യം വിളിച്ചു പറഞ്ഞതിന് തിരുസഭയുടെ നിഷ്ഠൂരമായ ആക്രമണത്തിനിരയായി രക്തസാക്ഷിത്വം വരിച്ച ആൾക്കാരെയെല്ലാം കൊന്നുതള്ളിയത് പാപമായിരുന്നു, തെറ്റായിരുന്നു എന്ന് ജോൺ പോൾ രണ്ടാമൻ കുമ്പസാരം നടത്തിയിട്ടുണ്ട്. ആ കുമ്പസാരം നടത്തിയതിനെ തുടർന്ന് അദ്ദേഹം അന്ന് അക്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തതാ, ഒരു മതത്തിനും സയൻസിൽ നിന്ന് വേറിട്ട് നിൽക്കാനാവില്ല. ഒരു മതത്തിനും സയൻസിൽ നിന്ന് വേറിട്ട് നിൽക്കാനാവില്ല. മതവും സയൻസും ഒരുമിച്ച് പോകണമെന്നാണ് ജോൺ പോൾ രണ്ടാമൻ ഒരു 20-25 വർഷത്തിന് മുമ്പ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എല്ലാ മതങ്ങളും ഭൂമി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് സയൻസ് പറയുന്നത് എന്താ? സയൻസ് പറയുന്നത് ഇന്നിപ്പോൾ 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളടക്കം മഹാവിസ്ഫോടന സിദ്ധാന്തം പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നാസ പോലുള്ള പ്രദേശങ്ങളിൽ അത് പുനർജീവിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയല്ലേ. മഹാവിസ്ഫോടന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഒറിജിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത്. സൂര്യൻ കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നൊരു ഗോളമാണ്. ആർക്കെങ്കിലും സംശയമുണ്ടോ? നട്ടുച്ചയ്ക്ക് ഇപ്പോൾ പോലും സൂര്യനെ ഒന്ന് നേരെ നിന്ന് നോക്കാനാവൂ? അത്രയ്ക്ക് കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ. എത്രയാ ലക്ഷം കോടി കിലോമീറ്ററിന് അകലെയാണ് സൂര്യൻ നിൽക്കുന്നത്. അതിൻ്റെ ചൂടിന് വല്ല കുറവുണ്ടോ? ആ സൂര്യൻ്റെ കിരണങ്ങൾ നേരിട്ട് ഭൂമിയിൽ പതിക്കാതിരിക്കുന്നതിന് വേണ്ടിയല്ലേ ഓസോൺ ആവരണം ഇങ്ങനെ കൊട പോലെ ഭൂമി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതൊക്കെ വേറെ വിഷയം. അപ്പോൾ കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യനിൽ നിന്ന് ആരടർന്നു വീഴുകയാണ്? ഒരു പോർഷൻ അടർന്നു വീണ് ഭൂമിയുണ്ടായി. ഇന്നിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ നിന്നും തീയും തീക്കട്ടയും കൊള്ളിയൊന്നുമില്ല, എല്ലാം ഗ്യാസാണ്.
ഗെയിൽ ഗ്യാസ് ലൈൻ പദ്ധതി വരുന്നതോടുകൂടി, നമ്മുടെ LDFിൻ്റെ ഗെയിൽ ഗ്യാസ് ലൈൻ പദ്ധതി വരുന്നതോടുകൂടി ഗ്യാസ് സിലിണ്ടർ പോലും ഇല്ലാതെ അടുക്കളയിൽ ഗ്യാസ് എത്താൻ പോവുകയാണ്. പണ്ട് 30-40 വർഷത്തിനു മുമ്പ് നമ്മുടെയൊക്കെ അടുക്കള എന്തായിരുന്നു? വലിയ പുളിമുട്ടും പ്ലാവിൻ്റെ മാവിൻ്റെ എല്ലാം ശിഖരങ്ങളെല്ലാം വെട്ടിമുറിച്ച് അടുപ്പിൽ കൊണ്ടുവന്ന് കത്തിച്ച് അതിങ്ങനെ കനൽ കട്ടയായി ജ്വലിക്കുന്ന കട്ടയായി നിൽക്കും. അന്ന് ഷർട്ടും കൊണ്ടുവന്ന് വല്ലപ്പോഴുമെങ്കിലും ഇസ്തിരി ഇടണമെങ്കിൽ തേപ്പ് പെട്ടിയിൽ ഇസ്തിരിപ്പെട്ടിക്കകത്ത് ഈ കനൽ കട്ടകൾ വാരിയിടും. പിന്നെ ചിരട്ട അതിൻ്റെ കൂടെ കത്തിച്ചിടും. അങ്ങനെ ചിരട്ടയെ കത്തിച്ചിടുമ്പോൾ, കനൽ കട്ടകൾ കത്തിച്ചിടുമ്പോൾ അത് പെട്ടെന്ന് തണുക്കുന്നില്ല. അത് പെട്ടെന്ന് തണുക്കാത്തത് കൊണ്ടാണ് ആ കട്ട ഉപയോഗിച്ച്, ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് നമ്മൾ തേക്കുന്നത്. അപ്പോൾ സൂര്യനിൽ നിന്ന് അടർന്നു വീണതാണ് ഭൂമി. ആ ഭൂമിക്ക് അതുകൊണ്ട് അതിൻ്റേതായ ചൂടുണ്ടായിരുന്നു, അല്ലേ? ഭൂമിക്ക് സൂര്യൻ്റേതാകുന്ന ചൂടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ഭൂമിയിൽ എത്രയോ വർഷങ്ങളിൽ ഒരു ജീവജാലങ്ങളും ഇല്ലായിരുന്നു. ഒരു ജീവജാലങ്ങളുമില്ല. ഈ പ്രദേശത്ത് എന്തുണ്ട്? അത് കുറേശ്ശെ കെട്ട് പോവുകയാണ്. എൻ്റെ നാടൻ ഭാഷയെ ഞാൻ പറയാം, കെട്ടുപോകുന്നു. തണുത്ത് മാറുകയാണ്. തണുത്ത് മാറുമ്പോഴാണ് അവിടെ ഹൈഡ്രജനുണ്ട്, ഹീലിയമുണ്ട്, ഓക്സിജനുണ്ട്. ഈ ഹൈഡ്രജനും ഓക്സിജനെല്ലാം ചേരുന്നു. ഈ ഹൈഡ്രജനും ഓക്സിജനും എല്ലാം ചേർന്ന് ജലം ഉണ്ടാവുന്നു. ആ ജലം ഭൂമിയുടെ കുണ്ടിലും കുടിയിലും എല്ലാം നിറയുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിറയുകയാണ്. ആ താഴ്ന്ന പ്രദേശങ്ങളിൽ ജലം നിറഞ്ഞിട്ടാണ് സമുദ്രം ഉണ്ടായത്. വീണ്ടും നൂറ്റാണ്ടുകൾ, കോടി വർഷങ്ങൾ കഴിഞ്ഞാണ് ഏകകോശ ജീവി അമീബ അത് വന്ന് പതിയെ തലപൊക്കി നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. തല വലിച്ചകത്തോട്ട് പോയി. ആ ഏകകോശ ജീവി മാറി വികസിച്ച് ആധുനിക മനുഷ്യനുണ്ടായി എന്നല്ലേ നമ്മുടെ എവല്യൂഷൻ തിയറി, പരിണാമ സിദ്ധാന്തം നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തർക്കം വരും. അതാണ് വിഷയം. ഈ ദർശനത്തിലെ ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത്, മാർക്സിസ്റ്റ് ദർശനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് ഇതിൽ ആദ്യം ഏതുണ്ടായി എന്നതാണ്. ആദ്യം ഏതുണ്ടായി? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ മരിച്ചപ്പോൾ സയൻസ് പഠിച്ചിട്ടുള്ള മാർക്സിസം അറിയാവുന്ന ഒരാൾ ചെന്ന് പറയുകയാണ്, പരേതൻ്റെ വേർപാടിലുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. ഒരു മതവിശ്വാസി ചെന്ന് പറയാണ്, പരേതൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളുന്നു. അപ്പോൾ അവിടെ തർക്കം തുടങ്ങിയാണ് അവിടെ. അപ്പോൾ പദാർത്ഥം, ജീവനുണ്ടായിരുന്ന ആ ശരീരത്തിനാണോ പ്രാമുഖ്യം, അതോ ഞാനും നിങ്ങളും കണ്ടിട്ടില്ലാത്ത, മരിച്ചു കഴിഞ്ഞാൽ ഏതോ പരലോകത്തേക്ക് പോകുമെന്ന് കരുതുന്ന ആത്മാവിനാണോ പ്രാമുഖ്യം? എന്ന് പറഞ്ഞാൽ പദാർത്ഥത്തിനാണോ പ്രാമുഖ്യം, ആത്മാവിനാണോ പ്രാമുഖ്യം? അതാണ് ദർശനത്തിലെ ഏറ്റവും മൗലികമായ വിഷയം. അപ്പോൾ ദർശനത്തിലെ ഏറ്റവും മൗലികമായ വിഷയമെന്ന് പറയുന്നത് വിച്ച് വൺ ഈസ് പ്രൈമറി എന്നാണ്. ഏതാണ് പ്രാഥമികം? ഏതാണ് ആദ്യം ഉണ്ടായത്? ഏതാണ് ആദ്യം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, പദാർത്ഥമാണോ ആദ്യം ഉണ്ടായത്, അതല്ല ആത്മാവാണോ ആദ്യം ഉണ്ടായത്? അതിൻ്റെ ഒരുപാട് വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ സ്വയമേവ ബുക്സെല്ലാം എടുത്തു വെച്ച് വായിച്ച് പഠിക്കുക എന്നതേ ഉള്ളൂ. അപ്പോൾ ഏതാണ് ആദ്യം ഉണ്ടായത്? പദാർത്ഥമാണോ ആദ്യം ഉണ്ടായത്? നേരത്തെ പറഞ്ഞല്ലോ, പ്രപഞ്ചമുണ്ട്, അതിൽ സൂര്യനുണ്ട്, അതിൽ നിന്ന് ഭൂമി ഉണ്ടാവുന്നു, അതിൽ നിന്ന് വസ്തുക്കൾ ഉണ്ടാവുന്നു, അതിൽ നിന്ന് മനുഷ്യനുണ്ടാവുന്നു. അത് സയൻസ്. അപ്പോൾ അവിടെ പ്രാധാന്യം ഏതിനാ? അവിടെ പ്രാധാന്യം പദാർത്ഥത്തിനാണ്, ഭൗതികത്തിനാണ്. അങ്ങനെ പദാർത്ഥത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ആളുകളെ നമ്മൾ ഭൗതികവാദികളെന്ന് പറയുകയാണ്. ഭൗതികവാദം. മറ്റവരെന്താ പറയുന്നത്? അങ്ങനെയൊന്നും ഇല്ലയെന്ന്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. പദാർത്ഥമൊന്നുമില്ല, ഈ ഭൂമിയില്ല, ചന്ദ്രനില്ല, പിന്നെ എന്താ ഇതെല്ലാം എനിക്ക് നിങ്ങൾക്ക് തോന്നുന്നതെന്ന്. ഭൂമിയില്ല, ചന്ദ്രനില്ല, നടന്നു പോകുമ്പോൾ റോഡില്ല, റോഡിൻ്റെ കുറുകെ ആറില്ല, ആറിൻ്റെ പുറത്ത് പാലമില്ല, പിന്നെ അങ്ങ് ചാടിയാൽ പോരെ? എന്ന്. അപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ, യാഥാർത്ഥ്യ ജീവിതത്തിൽ ഈ പറയുന്നതൊക്കെ കള്ളമാണ്, കപടമാണെന്ന് പറയുന്ന വിശ്വാസികൾക്കറിയാം. എങ്കിലും വാദത്തിന് വേണ്ടി അവർ വിട്ടുകളയുന്നില്ല.
അപ്പോൾ ദർശനത്തിൻ്റെ ഏറ്റവും മൗലികമായ വിഷയമെന്ന് പറയുന്നത്, പ്രശ്നമെന്ന് പറയുന്നത്, ഏതാണ് ആദ്യം ഉണ്ടായത്? പദാർത്ഥമാണോ ആശയമാണോ? പദാർത്ഥമാണോ ആത്മീയമാണോ ആത്മാവാണോ? ഇതാണ് ദർശനത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം. ഈ വിഷയത്തെ സംബന്ധിച്ച് എത്ര വേണേലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കില്ല. അതാണ് മൊറട്ടുവാദം. സയൻസിനെ സയൻസായി അംഗീകരിക്കണ്ടേ? ആ സയൻസിനെ സയൻസായി അംഗീകരിക്കാതെ തർക്കത്തിന് വേണ്ടി മാത്രം തർക്കിച്ചുകൊണ്ടിരുന്നാലോ? സൂര്യനിൽ നിന്ന് ഭൂമി അടർന്നു വീണു എന്ന് ചോദിച്ചാൽ ഈ വിശ്വാസി ഇതൊന്നും മുറുകെ പിടിക്കാത്ത, സയൻസിൻ്റെ കണിക പോലും തൊട്ട് തേച്ചിട്ടില്ലാത്ത അത്തരത്തിലുള്ള മൊറട്ടുവാദികൾ ചോദിക്കും, അപ്പോൾ പിന്നെ സൂര്യൻ ആരുണ്ടാക്കി? ഇവിടെ തർക്കിക്കാൻ ചെന്നിരിക്കുന്ന പാവപ്പെട്ട ചുമട്ടുതൊഴിലാളിയും കർഷക തൊഴിലാളിയും ശാസ്ത്രമൊന്നും പഠിച്ചിട്ട് എന്നിരിക്കുകയല്ലോ. അവൻ ചോദിക്കുക, മൊറട്ട് ചോദ്യം, നീ പറയുന്നതനുസരിച്ച് സൂര്യൻ അതിൽ നിന്ന് അടർന്നു വീണ് ഭൂമി ഉണ്ടായി. അത് ശരി. അപ്പോൾ സൂര്യനിൽ നിന്നാണ് ഭൂമി ഉണ്ടായത്. ഓക്കെ. അപ്പോൾ പിന്നെ ഈ സൂര്യൻ ആരുടെ ഉണ്ടാക്കി? സൂര്യൻ ആരാണ് ഉണ്ടാക്കിയെന്ന് ഈ പാവം തൊഴിലാളിക്ക് പറയാറിയോ? അപ്പോൾ അവിടെ കൊണ്ട് മുട്ടി. അവിടെയാണ് മനുഷ്യനില്ലാത്ത ഏതോ ഒരു ശക്തി ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത്. മനുഷ്യനല്ലാത്തൊരു ശക്തി എവിടെയുണ്ട്? ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് പറയുന്നത് അതാണ്. ആ ശക്തിയാണ് സൂര്യനെ ഉണ്ടാക്കിയത്. ഇങ്ങനെയാണ് തർക്കം പോകുന്നത്. തർക്കിച്ച് മാങ്ങയാണോ മാങ്ങയുടെ അണ്ടിയാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിക്കും. കോഴിയാണോ കോഴി മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിക്കും. അവരുടെ മുന്നിൽ എന്തില്ല? അവരുടെ മുന്നിൽ ഈ ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ല. വെറും മൊറട്ടുവാദമാണ് അവരുന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ദർശനത്തിൻ്റെ ഏറ്റവും മൗലികമായ വിഷയമെന്ന് പറയുന്നത് ആദ്യം ഏതാണ് ഉണ്ടായത്? ഭൗതികവാദികൾ പറയുന്നു ആദ്യം പദാർത്ഥമാണ് ഉണ്ടായത്. ആത്മീയവാദികൾ പറയുന്നു ആദ്യം ഉണ്ടായത് ആശയമാണ്, ആത്മീയമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട്, പദാർത്ഥത്തിൽ ഊന്നി നിന്നുകൊണ്ട് മാർക്സിസം പരിചയപ്പെടുത്തുക എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.